ഹലോ, ദിസ് ഇസ് സുധ ഫ്രം മിസ് ഫസ്റ്റ് ലൈഫ്. ഞാൻ ഈ എപ്പിസോഡിൽ പറയാൻ പോകുന്നത് അമേരിക്കയിലെ ഒരു ഏരിയയെക്കുറിച്ചാണ്. നമ്മുടെ കേരളവുമായിട്ട് വളരെ റിസംബ്ലൻസ് ഉള്ള ഒരു സ്ഥലത്തിനെ കുറിച്ചാണ് ഈ എപ്പിസോഡിൽ പറയാൻ പോകുന്നത്. അതായത് നമ്മൾ ആ ഏരിയയിൽ പോവുകയാണെങ്കിൽ കേരളത്തിൽ തന്നെ വന്നു എന്നൊരു ഒരു അത്രയ്ക്ക് സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള ഒരു സിമിലാരിറ്റീസ് അവിടെ ഉണ്ട്. ഞാൻ പറയുന്നത് പോർട്ടോറിക്കോ. പോർട്ടോറിക്കോ എന്ന് പറയുന്നത് ഒരു ഐലൻഡാണ്, ഒരു കരീബിയൻ ഐലൻഡാണ്. അത് നമ്മുടെ മെയിനായിട്ടുള്ള കോണ്ടിനെൻ്റൽ അമേരിക്കയുടെ പാർട്ടായിട്ടല്ല, ഏകദേശം വന്ന് ഈ ഡൊമിനിക്കൻ റിപ്പബ്ലിക്കിൻ്റെ ഒക്കെ അടുത്തായിട്ട് കിടക്കുന്ന ഒരു സ്ഥലമാണ്. ഇവിടെ നിന്നും അമേരിക്കയിൽ നിന്ന് നമ്മൾ ഫ്ലൈറ്റിൽ തന്നെ പോകേണ്ടി വരും, അല്ലെങ്കിൽ മേ ബി ഏതെങ്കിലും ഷിപ്പോ വല്ല ക്രൂസൊക്കെ കാണുമായിരിക്കും. ക്രൂസിൽ വേണമെങ്കിൽ പോകാം. അപ്പം ഈ ഏരിയയെക്കുറിച്ചാണ് ഈ എപ്പിസോഡ് പറയാൻ പോകുന്നത്. ഇതൊരു ടെറിട്ടറിയാണ് ഈ പർട്ടിക്കുലർ ഏരിയ. അപ്പം അതുകൊണ്ട് തന്നെ അമേരിക്കയുടെ ടെറിട്ടറി ആയതുകൊണ്ട് തന്നെ അമേരിക്കയിലുള്ള വിസ ഹോൾഡേഴ്സിനൊക്കെ അവിടെ പോകാനായിട്ട് പ്രത്യേകിച്ച് ഡോക്യുമെൻറ്റ്സിനൊന്നും ആവശ്യമില്ല. അവിടെയാണെങ്കിൽ നമ്മളവിടെ പോവുകയാണെങ്കിൽ ആക്ച്വലി ഏകദേശം കേരളത്തിൻ്റെ അതേപോലത്തെ ആ ഒരു ക്ലൈമറ്റും, പിന്നെ നമ്മുടെ നാട്ടിൽ കാണുന്ന വാഴ, പിന്നെ കോക്കനട്ട്, പിന്നെ സമുദ്രം, ഇതൊക്കെ കാണുമ്പം കാണാം. പിന്നെ ആ ഒരു പച്ചപ്പ്, ആ ഗ്രീനറി, ഇതൊക്കെ കാണുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ കേരളത്തിൽ തന്നെ വന്നു എന്ന് തോന്നിപ്പോകും. നമുക്ക് ഈ വീഡിയോ അതിനെക്കുറിച്ചാണ് നോക്കാം. കരീബിയൻ സീയിൽ കിടക്കുന്ന ആ ഒരു ചെറിയ ഒരു ദ്വീപാണ് പോർട്ടോറിക്കോ. പോർട്ടോറിക്കോയുടെ ക്യാപിറ്റലാണ് സാൻ ഹുവാൻ. അതിൻ്റെ സ്ട്രീറ്റ്സ് ആണ് ഈ കാണുന്നത്. ഞാൻ അവിടെ പോയ സമയം ഞാൻ വന്ന് ക്രിസ്മസ് കഴിഞ്ഞിട്ട് ന്യൂ ഇയറിന്റെ തൊട്ട് മുമ്പാണ് പോയത്. അപ്പോൾ അവിടെ ഒത്തിരി ക്രൂസ് ഷിപ്പ് അവിടെ കിടക്കുന്നുണ്ടായിരുന്നു. സാൻ ഹുവാൻ ഡൗൺ ടൗൺ വളരെ അട്രാക്റ്റീവ് ആണ്. ഒരുപാട് സീ ഫുഡൊക്കെ അവിടെ കിട്ടും. അന്ന് ഒരു ബോട്ട് എടുത്തിട്ട് കസബക്കാടി എന്ന റം ഉണ്ടാക്കുന്ന സ്ഥലത്തേക്കുള്ള യാത്രയാണ്. അവിടുത്തെ ക്ലൈമറ്റ് വളരെ നന്നായിരുന്നു. ഡിസംബറിലായിരുന്നു, നല്ല ക്ലൈമറ്റ് ആയിരുന്നു അവിടെ. ഏകദേശം കേരളത്തിൻ്റെ അതേ ക്ലൈമറ്റ് തന്നെ ആയിരുന്നു. കസബക്കാടി. ഈ കാണുന്ന മുറേഴ്സ്, ഈ വാൾ മുറേഴ്സ് ഒക്കെ അവിടെ ഒരുപാട് കാണാൻ പറ്റും പോർട്ടോറിക്കോയില്. ധാരാളം നമ്മൾ കേരളം പോലെ തന്നെ കോക്കനട്ട്സും പിന്നെ പ്ലാന്റൻസ് ഒക്കെ അവിടെ ധാരാളം ഉണ്ടായിരുന്നു. അവിടെ ഒരു ബാർ ഉണ്ടായിരുന്നു, അവിടുത്തെ മെനു ആണ്. പൊതുവേ അവിടുത്തെ ആൾക്കാരാണെങ്കിൽ റമ്മ്, പീനക്കൊളാട എന്നൊരു ഡ്രിങ്ക് ഒത്തിരി കഴിക്കാറുണ്ട്. വളരെ പോപ്പുലർ ആണ്. ഇതൊക്കെ അവിടുത്തെ കാഴ്ചകളാണ്. കസബക്കാടിയില് വലിയ ഏരിയ ആണ് അവിടെ. ഞാൻ ഡൗൺ ടൗണിലേക്ക് വന്നു. അവിടെ വന്നപ്പം ഒരു സ്ത്രീ പാരറ്റ്സ് വെച്ചിട്ട് ഫോട്ടോ എടുക്കാനുള്ള ഒരു ഓപ്ഷൻസ് ഉണ്ട്. ഡൗൺ ടൗൺ വളരെ കളർഫുൾ ആണ്. സാൻ ഹുവാൻ ഇത് ഒരു ഈറ്റിംഗ് ഏരിയ ആണ് അവിടുത്തെ. ഈ ലൈറ്റ്സ് ഒക്കെ ഈ ക്രിസ്മസ് കഴിഞ്ഞ് ന്യൂ ഇയർ തുടങ്ങുന്ന ടൈം ആയതുകൊണ്ടാണ് അത് എപ്പോഴും അവിടെ ഉണ്ടോ എന്നുള്ള കാര്യം എനിക്കറിയത്തില്ല. ഈ കാണുന്ന റെസ്റ്റോറൻറ്റ്സ്, ബാറൊക്കെ ഉള്ള ഏരിയ ആണ്. ഇപ്പൊ ഈ കാണുന്നത് ലപ്പർല എന്ന് പറഞ്ഞ ഒരു നൊട്ടോറിയസ് ഏരിയ ആണ്. ഇതാണ് ലപ്പർല. അതിന്റെ അടുത്ത് കാണുന്നത് കാസ്റ്റിലോ. അവിടെ ഒരു കാസ്റ്റിലോ സാൻ ക്രിസ്റ്റോബൾ എന്ന് പറയുന്ന ഒരു ഫോർട്ടാണ്. നെക്സ്റ്റ് എൽ യുങ് നാഷണൽ പാർക്കിലേക്കായിരുന്നു യാത്ര. അത് ഡൗൺ ടൗണിൽ നിന്ന് ഏകദേശം ഒരു 45 മിനിറ്റ്സ് ഡ്രൈവ് ചെയ്ത് പോകണം. ആ ഏരിയയിൽ എത്തിയ ഫുള്ള് ഗ്രീനറിയാണ്. നമ്മൾ ഒരു കുന്നിന്റെ മുകളിലേക്ക് ആ വെഹിക്കിൾ നമ്മൾ പോകേണ്ടി വരും.
വളരെ തിരക്കായിരുന്നു. അവിടൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ തന്നെ ഈ ഫോട്ടോയൊക്കെ കാണുകയാണെങ്കിൽ ഏകദേശം കേരളത്തിൽ തന്നെയാണോ എന്നങ്ങനെ തോന്നിപ്പോവും. വിസിറ്റേഴ്സ് ഉണ്ടായിരുന്നു. ഇതൊക്കെ അവിടുത്തെ കാഴ്ചകളാണ്. ചെറിയ കടയാണ്. ചെറിയ സുവനീർ ഷോപ്പാണ്. പിന്നെ സാൻഡൂസ് എന്ന് പറയുന്ന ഡൗൺ ടൗണിലുള്ള ഒരു നെയ്ബർഹുഡിലേക്ക് എത്തി. ഈ പോർട്ടോറിക്കയിൽ ധാരാളം ഈ പൂച്ചകൾ കാണാം. ആൾക്കാർ ഡ്രിങ്ക് ചെയ്യുന്ന വളരെ കോമൺ ആണ്. ഇത് കൊണ്ടാഡോ എന്ന് പറയുന്ന ഒരു അപ്സ്കേൽ നെയ്ബർഹുഡ് ആണ്. അതിൻ്റെ അടുത്ത ദിവസം ഞാനാണെങ്കിൽ ബീച്ചിലോട്ടുള്ള യാത്രയിലാണ്. അവിടുത്തെ വീടുകളൊക്കെ കണ്ടാൽ നമ്മുടെ കേരളത്തിൻ്റെ വീട് പോലെ തന്നെ തോന്നും. ഞാൻ ഇരിക്കുന്ന നോർത്ത് ഈസ്റ്റിലെ വീടുകളുടെ രീതിയൊക്കെ വേറെയാണ്. ഇത് ലുക്കില്ലോ എന്ന് പറയുന്ന ഒരു ബീച്ചാണ്. ഇത് ബീച്ചിലെ ഷോപ്സ് ആണ്, ചെറിയ ഷോപ്സ്. സെവൻ സീസ് എന്ന് പറഞ്ഞ വേറൊരു ബീച്ചിലോട്ട് പോയി. ക്ലീൻ ബീച്ചുകളാണ്. പിന്നെ ഫഹാഡോ എന്ന് പറയുന്ന സ്ഥലത്തോട്ട് പോയി. ഈ സ്ഥലത്താണെങ്കിൽ നൈറ്റ് ടൈം കയാക്കിങ്ങിന് വളരെ ഫേമസ് ആണ്. എനിക്ക് കയാക്കിന് ഓപ്ഷൻ കിട്ടിയില്ല, എല്ലാം സോൾഡ് ഔട്ട് ആയിരുന്നു. ഇത് കരോലീന എന്ന് പറഞ്ഞ നെയ്ബർഹുഡ് ആണ്. ഡൗൺ ടൗൺ അടുത്ത് ഈ ഹൈവേയുടെ മുകളിലായിട്ട് ഇങ്ങനെ നടന്നു പോകാൻ ഒരു ബ്രിഡ്ജ് കെട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഹൈവേയിലുള്ള കാഴ്ചയാണ്. ഇത് ക്രിസ്മസ് നൈറ്റ് ആണ്, ന്യൂ ഇയർ നൈറ്റ് ആണ്. അപ്പോൾ ഇങ്ങനത്തെ കാഴ്ചകളൊക്കെ കാണാം. പിന്നെ അടുത്ത ദിവസം സാൻഹോയിൽ പിന്നെ എത്തി. ഇത് സാൻഹോയിൽ പിന്നെ കാണാത്ത ഭാഗങ്ങൾ കാണാനായിട്ട് കറങ്ങി. വളരെ കളർഫുൾ ആണ് സാൻഹോയിലുള്ള കാണുന്ന പലതും. ഇത് അവിടുത്തെ വലിയൊരു ഫോർട്ട് ആണ്. കാസ്റ്റിലോ സാൻ ഫിലിപ്പെ ഡെൽമോറോ എന്ന് പറഞ്ഞ ഒരു ഫോർട്ട് ആണ്. വളരെ വലുതാണ്. ആ ഫോർട്ടിൽ ഒരു ട്രെയിലുണ്ട്. ആ ട്രെയിൽ വഴി നമുക്ക് നടന്നു പോവാം. വരുന്ന വഴിക്ക് നമുക്ക് ഇഗ്വാൻ അവിടെ കാണാൻ പറ്റും. ഇഗ്വാൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ലിസാർഡ് ആണ്. ലിസാർഡ് പക്ഷെ വലിയ സൈസിലൊരു ലിസാർഡ് ആണ്. ഇത് അവിടെ കോമൺ ആയിട്ട് കാണുന്ന ഒരെണ്ണമാണ്. നമ്മുടെ ഒരു പട്ടിയുടെ പൂച്ചയുടെ ഒക്കെ അതിനേക്കാൾ വലുതെന്ന് വേണം പറയാനായിട്ട്.
ആ സൈസിലാണ് ഇത്. ആ, ഫോർട്ടിൽ ആ ട്രെയിനിലൂടെ നടക്കുമ്പോൾ അതവിടെ ഉണ്ടായിരുന്നു. കുറച്ച് കുറച്ച് ഞാൻ കണ്ടു. അതൊന്നും ചെയ്തില്ല. ഇത്തിരി പേടിയുണ്ടായിരുന്നു, പക്ഷെ അതൊന്നും ചെയ്തില്ല. അതവിടെ തന്നെ ഇരിക്കുകയായിരുന്നു. കത്തീഡ്രൽ ഡി സാൻ ജുവാൻ എന്ന് പറയുന്ന വളരെ ഫേമസ് ആയ ഒരു കത്തീഡ്രലാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെയും ഡൗൺ ടൗണിലൂടെ നടന്നു. ഇവിടെ തോരണങ്ങളൊക്കെ പണിതിട്ടിട്ടുണ്ട്. ഇത് പിന്നെയും നമ്മൾ ആദ്യം കണ്ട ആ കാസ്റ്റിലോ സാൻ ക്രിസ്റ്റോബൽ ആണ്. ഇതാണ് ല പെർല നെയ്ബർഹുഡ്. അത് വളരെ ഡൗൺ ടൗണിന്റെ അടുത്തായിട്ട് സ്ഥിതി ചെയ്യുന്നു. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നെക്സ്റ്റ് ടൈം വേറെ ഏതെങ്കിലും എപ്പിസോഡായിട്ട് വരുന്നവരിക്കും. ബൈ ബൈ.